നമസ്കാരം. ഗാസയിൽ ഗർഭനിരോധന ഉറകൾക്കായി അതായത് കോണ്ടം വിതരണം ചെയ്യാനായി $50 മില്യൺ ചെലവഴിക്കാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് അറിയിച്ചു. അമേരിക്കൻ ടാക്സ് പേയേഴ്സിന്റെ നികുതിദായകരുടെ പണം ദുരുപയോഗം ചെയ്യലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപിന്റെ തീരുമാനം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി DOGE, ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് OMB എന്നിവയെ ഉദ്ധരിച്ചുകൊണ്ടാണ് കരോലിൻ ലിവിറ്റ് ഈ തീരുമാനത്തെക്കുറിച്ച് വിശദീകരിച്ചത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി നടത്തുന്ന ആദ്യ പത്രസമ്മേളനമാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ട്രംപിനെ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പരിശോധിക്കാം. അമേരിക്കൻ നികുതിദായകരുടെ പണം പാഴാവുന്നു എന്നൊക്കെയുള്ള വാദത്തിനപ്പുറത്ത് ഗാസയിൽ നിന്നും ഇസ്രായേലിനെതിരായി നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഈ കോണ്ടം ഉപയോഗിക്കുന്നു എന്നതാണ് ട്രംപിനെ രോഷാകുലനാക്കുന്നത്. അതായത് ഗാസയിലുള്ള ഗ്രൂപ്പുകൾ കോണ്ടത്തെ ഒരായുധമാക്കി ഉപയോഗിക്കുകയാണ്. ഇത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഗാസയിൽ അന്താരാഷ്ട്ര സംഘടനകളും അതുപോലെ NGOകളും ഒക്കെ വിതരണം ചെയ്യുന്ന എയ്ഡിലെ ഒരു പ്രധാന സംഗതിയാണ് ഈ കോണ്ടം. ഇങ്ങനെയുള്ള കോണ്ടം അവിടെയുള്ള ഹമാസ് ഉൾപ്പെടെയുള്ളവരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. ഈ കോണ്ടം ബോംബ് 2017 ആദ്യമായി ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചത്. ഹീലിയം നിറച്ച കോണ്ടം ഒരു ബലൂൺ പോലെ ഉപയോഗിക്കുകയും ഇങ്ങനെയുള്ള കോണ്ടം ബലൂണിൽ IEDകൾ അഥവാ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ്സ് ഡിവൈസുകൾ ഘടിപ്പിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് പറത്തിവിടുകയുമാണ് ചെയ്യുന്നത്. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ ഉൾപ്പെടെ ഗാസയിൽ ഹീലിയം ഗ്യാസ് വിതരണം ചെയ്യുന്നുണ്ട്. അതാണ് ഇത്തരം ബലൂണുകളിൽ നിറക്കാൻ ഉപയോഗിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച കോണ്ടം ബലൂണുകൾ ഇസ്രായേലിൽ അവിടെയുള്ള സ്കൂൾ മുറ്റങ്ങളിലും കാർഷിക മേഖലകളിലും പാടങ്ങളിലും ഹൈവേകളിലും ഒക്കെ പതിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി ഈ കോണ്ടം ആക്രമണത്തിൽ കത്തിനശിച്ചതായാണ് പറയപ്പെടുന്നത്. ദശലക്ഷക്കണക്കിന് ഷെക്കലിന്റെ നാശമുണ്ടായതായി ഇസ്രായേലി അതോറിറ്റികൾ കണക്കാക്കിയിട്ടുണ്ട്. കോണ്ടം ബലൂണുകളുടെ ആക്രമണ പരിധി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പഠിച്ചതോടെ ദൂരപ്രദേശത്തേക്ക് ഇതുപയോഗിച്ച് ആക്രമണം നടത്താൻ തുടങ്ങി. 2019 ഗാസയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള സ്റ്റൈബോക്കറിനടുത്തുള്ള മിഡ്രഷേറ്റ് ബെൻ ഗുരിയോൺ വിദ്യാഭ്യാസ കേന്ദ്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സമീപത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിന് അടുത്തു നിന്നും ഈ റോക്കൽ പ്രൊപ്പൽഡ് ഗണ്ണറുകൾ പിടിപ്പിച്ച ഇത്തരത്തിലുള്ള നിരവധി ബലൂണുകൾ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് കോണ്ടം ആക്രമണങ്ങളെ വളരെ ഗൗരവത്തോടെ ഇസ്രായേൽ കാണാൻ തുടങ്ങിയത്. $50 മില്യൺ കോണ്ടം ഫണ്ട് ഗാസയ്ക്ക് നൽകാനുള്ള ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനത്തെ ഇസ്രായേൽ ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. ആ തീരുമാനമാണ് ഇപ്പോൾ ട്രംപ് പിൻവലിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഹമാസുമായി ബന്ധമുള്ള 2 NGOകളെ ഇസ്രായേൽ നിരോധിച്ചിട്ടുണ്ട്. ഇവർ വടക്കൻ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. അതുപോലെ തന്നെ 2015 നിരോധിച്ച ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം സുപ്രധാനമായ ഒരു അറസ്റ്റും നടന്നിട്ടുണ്ട്. നിരോധന സംഘടനയായ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ നോർത്തേൺ ബ്രാഞ്ചിൽ ഉൾപ്പെടുന്ന ഇഫ്ഷ അൽ സലാം കമ്മിറ്റികൾക്കാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടിയതായി ഷിൻബെറ്റ്, അതായത് ഇസ്രായേലിലെ സുരക്ഷാ ഏജൻസിയും ഒപ്പം പ്രതിരോധ മന്ത്രാലയവും പുറത്തിറക്കിയ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഇക്കാര്യം പറയുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇഫ്ഷ അൽ സലാമിനെ നിരോധിക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. വർഷങ്ങളായി വടക്കൻ ബ്രാഞ്ചിനെ നയിച്ച ഉമ്മുൽ ഫഹാഫിൽ നിന്നുള്ള ഒരു ഇമാം കൂടിയായ റായിദ് സല ഈ സാഹചര്യത്തിൽ വീണ്ടും അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ നേരത്തെ പലതവണ അറസ്റ്റിലായിട്ടുള്ള ആളാണ്. അൽ അക്സയുടെയും ജെറുസലേമിന്റെയും സംരക്ഷകൻ എന്ന നിലയിലാണ് റായിദ് സല ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകളിൽ അറിയപ്പെട്ടിരുന്നത്. സയ്യിദ് സലാഹിന്റെ നേതൃത്വത്തിലുള്ള ഇഫ്ഷ അൽ സലാം കമ്മിറ്റികളുടെ പ്രവർത്തകർ നിരോധിത നോർത്തേൺ ബ്രാഞ്ചിന്റെ പ്രചാരണത്തിന് വേണ്ടി അറബ് സമൂഹത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ചതായി ഇസ്രായേൽ ഏജൻസികൾ പറയുന്നു. സംഘടനയ്ക്ക് നിരോധനമുണ്ടായ ശേഷം 2 വർഷത്തിന് ശേഷം 2017 റായിദ് സലയാണ് ഇഫ്ഷ അൽ സലാം കമ്മിറ്റികൾ സ്ഥാപിച്ചത്. ഹമാസുമായുള്ള സാമ്പത്തികവും പ്രത്യയശാസ്ത്രപരവുമായ ബന്ധവും ജെറുസലേമിലും ടെമ്പിൾ മൗണ്ടിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും കാണിച്ചാണ് 2015 ഇസ്ലാമിക് മൂവ്മെന്റിന്റെ വടക്കൻ ബ്രാഞ്ചിനെ നിയമവിരുദ്ധ സംഘടനയായി ഇസ്രായേൽ പ്രഖ്യാപിച്ചത്.
എന്നാൽ സംഘടനയുടെ സദേൺ ബ്രാഞ്ച് റാം പാർട്ടിയുടെ കീഴിൽ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ പോലും സജീവമാണ്. മിതവാദികളായാണ് ഇവർ പൊതുവെ അറിയപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.